നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുപ്പത്തിയഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന് തുടക്കമായി. കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വോട്ടർ പട്ടിക പുതുക്കലിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ താലൂക്ക് ഓഫീസ് ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറിയായി TR സോമൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് പന്നൂർ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി AN ദിലീപ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രമോൾ ജിന്നയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLAയുമായ ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 4000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന 5 ദിവസത്തെ കൗമാര കലാമേള ഇടുക്കി കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിളംബര ജാഥയും സംഘടിപ്പിച്ചു. 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം 26 മുതൽ 30 വരെയുള്ള 5 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. 7 വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നുള്ള 4000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന കൗമാര കലാമേളയ്ക്ക് കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ തുടക്കമായി. തുടർന്ന് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അണിനിരന്ന് വിളംബര ജാഥയും നടത്തി. അതിനുശേഷം ചേർന്ന സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നതയിൽ ഇളക്കം കൂട്ടാൻ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് സ്കൂൾ കലോത്സവം. ബഹുമാനാത്മരായ കുട്ടികളുടെ കലാവൈഭവങ്ങൾ പ്രകടമാക്കുന്ന ഉച്ചവേദി എന്നതിനപ്പുറത്ത് നാടിന് തനതായ കാലഘട്ടപ്പെട്ട കലാരൂപങ്ങളെ വീണ്ടും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന മലയാളിയുടെ സംസ്കൃതിയുടെ നെടുന്തൂണായി നമ്മുടെ ഈ സ്കൂൾ കലോത്സവം നൽകുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അവർക്ക് ഇതെല്ലാം കാണാൻ അവസരം ഉണ്ടാകുക, ഈ കുട്ടികളുടെ കലാമേളകളെ കണ്ടാസ്വദിക്കാൻ അവസരം ഉണ്ടാകുക. അപ്പൊ ഗ്രാമീണ മേഖലയിലും ഊർജം പകർന്നു കൊടുക്കാൻ കഴിയുന്ന സ്വാഭാവികമായിട്ടുള്ള നേട്ടം നമ്മുടെ കൈവരത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതിൽ വളരെയേറെ അഭിമാനം തോന്നുകയാണ്. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ഡയറക്ടർ ഷാജിയസും അതോടൊപ്പം തന്നെ DEO AEO ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ, സർവോപരി അധ്യാപക സംഘടനകൾ അവർ ഓരോരുത്തരും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അവരുടെ വലിയ പിൻബലവും കൂടിയാലോചനയും സഹകരണവും ഇതിന് വലിയ തോതിൽ മാറ്റിവെക്കപ്പെടുന്നുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് വയലിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ
ബിജു മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിബിച്ചൻ തോമസ്, ബിനോയ് വർക്കി, ഉഷ മോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് മധു, ടിൻസി ജെയ്മോൻ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ഷാജി, സ്കൂൾ പ്രിൻസിപ്പൽ ബൈജു MV, ഹെഡ് മിസ്ട്രസ് മിനി ഗംഗാധരൻ, PTA പ്രസിഡന്റ് മനേഷ് കുടിക്കയത്ത്, വിവിധ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ, അധ്യാപകർ, രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ 9 മുതൽ വിവിധ വേദികളിലായി ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കഞ്ഞിക്കുഴി. വോട്ടർ പട്ടിക പുതുക്കലിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ താലൂക്ക് ഓഫീസ് ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ബൈക്ക് റാലി നടത്തി. തൊടുപുഴ തഹസിൽദാരും തൊടുപുഴ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുമായ AS ബിജിമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി ന്യൂമാൻ കോളേജ്, മങ്ങാട്ടുകവല, തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ചുറ്റി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. വോട്ടർ പട്ടിക പുതുക്കലിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ താലൂക്ക് ഓഫീസ് ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകളിലെ ജീവനക്കാരെ ഉൾപ്പെടുത്തി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. റാലി ന്യൂമാൻ കോളേജ്, മങ്ങാട്ടുകവല, തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങൾ ചുറ്റി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. നിരവധി പേർ പങ്കെടുത്തു. തൊടുപുഴ തഹസീൽദാറും തൊടുപുഴ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുമായ AS ബിജിമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. 2025 ജനുവരി മാസം പബ്ലിഷ് ചെയ്യുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഉള്ള അവസാന തീയതി നവംബർ 29 ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ആവശ്യത്തിലേക്കായിട്ട് എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നതിനും പ്രചരണം നടത്തുന്നതിനും വേണ്ടിയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ എല്ലാവർക്കും അത് പരസ്യം നൽകുന്നതിന് വേണ്ടിയാണ്, എല്ലാ ആൾക്കാരെയും ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ വാഹന പ്രചരണ ജാഥ നടത്തിയിരിക്കുന്നത്. 1/1/2025 18 വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷിക്കാവുന്നതാണ്. ഈ സേവനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും എല്ലാ അക്ഷയ CSC സെന്ററുകൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എല്ലാ വില്ലേജ് ഓഫീസുകളിലും തൊടുപുഴ ഇലക്ഷൻ വിഭാഗത്തിലും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറിയായി TR സോമൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യ ഏരിയ കമ്മിറ്റി യോഗം ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്നാണ് സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടത്. 19 അംഗ ഏരിയ കമ്മിറ്റിയെയും 12 ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തൊടുപുഴ വെസ്റ്റ് ഏരിയ സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറിയായി TR സോമനെ തിരഞ്ഞെടുത്തു. ആദ്യ ഏരിയ കമ്മിറ്റി യോഗം ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്നാണ് സെക്രട്ടറി തിരഞ്ഞെടുപ്പ് നടന്നത്. മുട്ടം ശക്തി തിയേറ്ററിലാണ് സമ്മേളനം നടന്നത്. 19 അംഗ ഏരിയ കമ്മിറ്റിയെയും 12 ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തൊടുപുഴ വെസ്റ്റ് ഏരിയ സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. TR സോമൻ, KM ബാബു, KR ഷാജി, MR സഹജൻ, VB ദിലീപ് കുമാർ, R പ്രശോഭ്, TK മോഹനൻ, MG സുരേന്ദ്രൻ, KP സുലോചന, ഷൈനു സൈമൺ, ടിനു P ശശി, KS അനന്തുമോൻ, KG ദിനകർ, ആൽബിൻ V ജോസ്, ശാന്ത ഗോപിനാഥ്, KV ജോയി എന്നിവരാണ് തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. പുതിയ അംഗങ്ങൾ KN പ്രഭാകരൻ, TK റഫീഖ്, M മധു തുടങ്ങിയവരാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 25 മുതൽ 35 വരെയുള്ള 11 വാർഡുകളും മണക്കാട്, പുറപ്പുഴ, കരിങ്കുന്നം, മുട്ടം പഞ്ചായത്തുകളുമാണ് CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ. ന്യൂസ് ബ്യൂറോ, മുട്ടം. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് പന്നൂരിൽ ഡിസംബർ 10 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന AN ദിലീപ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പന്നൂരിൽ നടന്നു. PS സെബാസ്റ്റ്യന്റെ വസതിയിൽ ചേർന്ന യോഗം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. UDF വാർഡ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ലോനപ്പൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MJ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. DCC മുൻ പ്രസിഡന്റ് റോയ് കെ പോലോസ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പന്നൂർ വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AN ദിലീപ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പന്നൂരിൽ PS സെബാസ്റ്റ്യൻ പറയനിലത്തിന്റെ വസതിയിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടിനെ വഞ്ചിച്ച, ഈ നാടിനോട് കൊടും ചതി ചെയ്ത ഒരു ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരവസരമാണ്. ആ അവസരത്തെ നമ്മൾ അതിൻ്റെതായ തരത്തിൽ വിനിയോഗിച്ചെങ്കിൽ മാത്രമേ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ മാറ്റം യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ.
അപ്പോൾ എൻ ദിലീപ് കുമാർ ഇവിടെ വിജയിക്കുക വഴിയായി രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ സാക്ഷാത്കരിക്കുന്നത്. ഒന്ന്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ സംസാരിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുക വഴിയായി നാടിൻ്റെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം കൈത്താങ്ങായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധി. മറ്റൊന്ന്, ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തതായിട്ടുള്ള കൊള്ളരുതായ്മകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം, അതോടൊപ്പം തന്നെ പ്രാദേശിക സർക്കാരുകളോട് ഇവർ കാണിച്ച വഞ്ചനാപരമായ സമീപനം. UDF ജില്ലാ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ പ്രൊഫസർ MJ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. DCC മുൻ പ്രസിഡന്റ് റോയി കെ പൗലോസ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്കിവിടെ വേണ്ടി വന്നിരിക്കുന്നു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിന് നടക്കുമ്പോൾ 2020 നടക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് UDFന് ജയിക്കേണ്ട ഒരു വാർഡാണ്. അന്നത്തെ ചില പ്രത്യേക സാഹചര്യത്തിൽ വളരെ ചെറിയ ഒരു വ്യത്യാസത്തിൽ നമുക്ക് ഈ വാർഡ് നഷ്ടപ്പെടുകയുണ്ടായത്. ഒരിക്കലും UDF തോക്കേണ്ട വാർഡല്ല. പക്ഷേ ആ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ന് നമുക്ക് കേരളത്തിലെ പൊതുവായ സാഹചര്യം അതവിടെ നിൽക്കട്ടെ, ഈ വാർഡിലെ സാഹചര്യം നമുക്ക് 2020 വളരെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ സാഹചര്യം UDFന് വളരെ അനുകൂലമാണ്. UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. അഡ്വക്കേറ്റ് ജോസി ജോസഫ്, ജോൺ നെടിയപാല, PK നവാസ്, NI ബെന്നി, രാജു ഓടക്കൽ, ഇന്ദു സുധാകരൻ, ബേബി തോമസ്, ജോസ് മാത്യു കുന്നപ്പിളിൽ, TK നാസർ, NK ഇല്യാസ്, മാത്യു K ജോൺ, ജിജി അപ്രേം, ബിബിൻ അഗസ്റ്റിൻ, PS സെബാസ്റ്റ്യൻ, PK ശിവൻകുട്ടി, ജെയിംസ് തുലാമറ്റം, ജജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. UDFൻ്റെ ജനപ്രതിനിധികളുടെ ഫണ്ട് കൊണ്ടുവന്നതിനും പ്രവർത്തിക്കുന്നതിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി അവരുടെ കൂടൊപ്പം നിന്നിട്ടുണ്ട്. ഇനി ജയിച്ച് വന്നാലും ഞാൻ ഈ വാർഡിലെ ബഹുമാനായ MLA ശ്രീ PJ ജോസഫ് സാറിനോടൊപ്പം, അതുപോലെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസിൻ ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രം പറയുകയാണ്. എനിക്കിവിടെ എല്ലാവിധ പിന്തുണയും നൽകുന്ന നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അക്ഷയ ട്രോഫി ഇടുക്കി ജില്ലാ ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കുമാരമംഗലം MKNM-ഉം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇടുക്കി ഹാൻഡ്ബോൾ ക്ലബ്ബും ജേതാക്കളായി. മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സുഹേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. താമരശ്ശേരിയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുത്തു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അക്ഷയ ട്രോഫി ഇടുക്കി ജില്ലാ ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്റ്റാർ ക്ലബ്ബ് തൊടുപുഴയെ പരാജയപ്പെടുത്തി കുമാരമംഗലം MKNM-ഉം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ MKN ക്ലബ്ബ് കുമാരമംഗലത്തെ പരാജയപ്പെടുത്തി ഇടുക്കി ഹാൻഡ്ബോൾ ക്ലബ്ബും ജേതാക്കളായി. ബെസ്റ്റ് പ്ലെയറായി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നെഹല VS-നെയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മുഹമ്മദ് സിനാനെയും തിരഞ്ഞെടുത്തു. മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സുഹേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിജയികൾക്ക് സമ്മാനം നൽകി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്നുള്ള വിജയികൾക്ക് സ്പോർട്സ് ആയുർവേദ ഡോക്ടർമാരായ അനുപ്രിയ, അനുഷാമോൾ A എന്നിവരും, ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്നും വിജയിച്ചവർക്ക് ന്യൂമാൻ കോളേജ് ബർസാർ ബെൻസൺ N ആന്റണിയും ട്രോഫി നൽകി. റോബിൻ R, റഫീഖ് പള്ളത്തുപറമ്പിൽ, ബോബൻ ബാലകൃഷ്ണൻ, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഈ മാസം 30 മുതൽ താമരശ്ശേരിയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധിക മരിച്ചു. ഉപ്പുതറ ചീന്തലാർ സ്വദേശി സ്വർണ്ണമണിയാണ് മരിച്ചത്. കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ നിന്നും റോഡിലേക്ക് വയോധിക തെറിച്ചു വീഴുകയായിരുന്നു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ഏലപ്പാറയ്ക്ക് സമീപം ഏറമ്പടത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഉപ്പുതറ ചീന്തലാർ സ്വദേശി സ്വർണ്ണമണിയാണ് മരണപ്പെട്ടത്. രാവിലെ 8:30 അപകടം. കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ നിന്നും റോഡിലേക്ക് വയോധിക തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. റോഡിലേക്ക് തെറിച്ചു വീണപ്പോൾ തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.
ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നടന്ന കൺവെൻഷൻ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLAയുമായ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷത വഹിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് കഞ്ഞിക്കുഴിയിൽ അപ്പൂസ് ഹാളിൽ നടന്നത്. കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷത വഹിച്ച യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLAയുമായ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ KSUവിൻ്റെ ഒരു പോരാളിയായിരുന്നു. കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ മുഴുവൻ സീറ്റിലും KSU തോറ്റപ്പോൾ ജയിച്ച ഏകയാളായിരുന്നു ജിന്നി. അതുകൊണ്ടല്ല ശ്രീ സാന്ദ്ര. അതുകൊണ്ട് തന്നെ ഇവിടെ ജയം ഉറപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ കഴിവുകളും ഞങ്ങൾക്ക് നോക്കുന്നതിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ജനങ്ങളോട് ഇടപെടാൻ, അവരുടെ കാര്യത്തിന് വേണ്ടി നിൽക്കാൻ ഒക്കെ കഴിവുള്ള ഭാവിയുടെ ഒരു വാഗ്ദാനമാണ്. പാവപ്പെട്ടവരോടും രോഗികളോടും കരുണ കാണിക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം കേരളത്തിന്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസഫ് വാഴക്കൻ പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. കൺവെൻഷന് അഭിവാദ്യം അർപ്പിച്ച UDF ജില്ലാ നേതാക്കളായ MJ ജേക്കബ്, MN ഗോപി, AP ഉസ്മാൻ, ജോയി കൊച്ചുകരോട്ട്, ആഗസ്തി അഴകത്ത്, AB തോമസ്, അനീഷ് ചേനക്കര, ആൻസി തോമസ്, ഇടുക്കി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് UDF നേതാക്കൾ പങ്കെടുത്ത 100 കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ പൊതുപ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുമാരമംഗലം ദ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ ഇന്ത്യൻ ഭരണഘടനാ ദിനം ആചരിച്ചു. സിവിൽ ജഡ്ജും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ അരവിന്ദ് ഇടയോടി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായ പ്രിയാമ്പിൾ ആലേഖനം ചെയ്ത ഫലകം സ്കൂളിൽ അനാച്ഛാദനം ചെയ്തു. ഇതിന്റെ ഭാഗമായി മൗലിക അവകാശങ്ങളെക്കുറിച്ച് കുട്ടികൾ റോൾ പ്ലേ നടത്തി. പ്രിൻസിപ്പൽ സക്രിയാസ് ജേക്കബ്, മാനേജിംഗ് ഡയറക്ടർ RK ദാസ് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75ാം വാർഷികം കുമാരമംഗലം ദ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു. സിവിൽ ജഡ്ജും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ അരവിന്ദ് ഇടയോടി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായ പ്രിയാമ്പിൾ ആലേഖനം ചെയ്ത ഫലകം സ്കൂളിൽ അനാച്ഛാദനം ചെയ്തു. തുടർന്ന് അതിലെ വിശദമായ വാചകങ്ങൾ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയും അവർ അത് ഏറ്റുപറയുകയും ചെയ്തു. Equality of status and of opportunity, and to promote among them all fraternity, ensuring the dignity of the individual. To sketch about fundamental rights and remedies envisaged in the Constitution. I think everybody should know the basics of any discipline. On this auspicious occasion, I just want to speak how Constitution works. Though there are several flaws, it works very well for the last 75 years. You know that many of our neighboring countries did not succeed as India does. It shows the strength of our Constitution and the power of our Constitution. ഇതിന്റെ ഭാഗമായി മൗലികാവകാശങ്ങളെക്കുറിച്ച് കുട്ടികൾ റോൾ പ്ലേ നടത്തി. പ്രിൻസിപ്പൽ സക്കറിയസ് ജേക്കബ്, മാനേജിംഗ് ഡയറക്ടർ RK ദാസ്, CEO രാമചന്ദ്രൻ മലയാറ്റിൽ, CEO അരവിന്ദ് മലയാറ്റിൽ, വൈസ് പ്രിൻസിപ്പൽ അനിൽകുമാർ M, ജിമ്മി ജോസഫ്, സോഷ്യൽ സയൻസ് വിഭാഗം മേധാവി ബെനഡിക്ട് റെൻസൺ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. മുതലക്കോട് ജയഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നോവലിസ്റ്റ് പാറപ്പുറത്തിന്റെ ജന്മശതാബ്ദി വാർഷികാനുസ്മരണവും 25ാമത് വീട്ടുമുറ്റം പുസ്തക ചർച്ചയും കുമാരമംഗലത്ത് സംഘടിപ്പിച്ചു. പ്രശസ്ത കവി കളത്ര ഗോപൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി K. ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
മുതലക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നോവലിസ്റ്റ് പാറപ്പുറത്തിന്റെ ജന്മശതാബ്ദി വാർഷിക അനുസ്മരണവും 25ാമത് വീട്ടുമുറ്റ പുസ്തക ചർച്ചയും കുമാരമംഗലത്ത് അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ടിന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം 100ഓളം ആളുകൾ പങ്കെടുത്ത വീട്ടുമുറ്റം വായനയുടെ, അറിവിന്റെ, സാംസ്കാരിക മുന്നേറ്റത്തിന്റെ വേദിയാകുകയായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത കവി കളത്ര ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാറപ്പുറത്തിന്റെ അരനാഴിക നേരം എന്ന പുസ്തകം അനുസ്മരണ പ്രഭാഷണത്തിലൂടെ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് അവതരിപ്പിച്ചു. തൊടുപുഴ ഡയറ്റ് സ്കൂൾ ലെക്ചറർ TB അജീഷ് കുമാർ, ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ, സെക്രട്ടറി PV സജീവ് എന്നിവർ പ്രസംഗിച്ചു. അഭീന്ദ്രൻ ബാബു സ്വാഗതവും AP കാസിൻ കൃതജ്ഞതയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതി കലാ സാംസ്കാരിക കായിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ ആരംഭിച്ച പരിശീലന പരിപാടി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കായികാരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത് എന്നാണ് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞത്. നമുക്ക് ടൂറ് പോയ വിദ്യാർത്ഥികൾ തോട്ടിൽ മുങ്ങി മരിക്കുന്നു. പടുതാക്കുളത്തിൽ വീണ് ചെറിയ കുട്ടികൾ കാല് തെന്നി വീണ് മരണത്തിന് വന്നു. അതുപോലെ തന്നെ പല കാരണങ്ങളാൽ വെള്ളത്തിൽ അകപ്പെടുന്ന കുട്ടികളുടെ സ്വന്തം ജീവൻ പോലും രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ ഒരു നീന്തൽ പരിശീലനം എന്തുകൊണ്ടും കുട്ടികൾക്ക് നൽകുന്നതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനെയൊരു നടപ്പിലാക്കാമെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നതുകൊണ്ട് സുരക്ഷ ഭയങ്കര ആവശ്യമായി വന്നു. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് ട്രെയിനർമാർ എത്ര പേര് വനിതാ ട്രെയിനർമാരുണ്ടോ, അപ്പോൾ ഇതെല്ലാം ചോദിച്ചപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ നിരവധി കുട്ടികൾ നീന്തൽ പരിശീലനത്തിനല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ നിർധനരായില്ലെങ്കിൽ ഇങ്ങനൊരു പദ്ധതിയിൽ ചെല്ലാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിലും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ റോയി എവറസ്റ്റ്, സയൻസ് സ്കൂൾ ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇംപ്ലിമെന്റ് ഓഫീസർ ഗിരിജാകുമാരി NV, പരിശീലകൻ വിനോസൻ ജേക്കബ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. CHR വിഷയത്തിൽ മലയോര അവകാശ വേദിയുടെ നേതൃത്വത്തിൽ കർഷക സമ്മേളനം നടത്തി. കർഷകരുടെ നേതൃത്വത്തിൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്കും സംസ്ഥാന സർക്കാരിനും വിദഗ്ധ സമിതിക്കും പരാതി നൽകുവാൻ ഒരുങ്ങുകയാണെന്നും അവർ അറിയിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. CHR വിഷയത്തിൽ ആശങ്ക അറിയിച്ച മലയോര അവകാശ വേദിയുടെ നേതൃത്വത്തിൽ കർഷകർ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്കും സംസ്ഥാന സർക്കാരിനും വിദഗ്ധ സമിതിക്കും പരാതി നൽകുന്നതിന് തീരുമാനമെടുത്തു. രാജാക്കാട് പഞ്ചായത്തിലെ മുല്ലക്കാനത്ത് ചേർന്ന യോഗത്തിലാണ് CHR മേഖലയിൽ വീട് വെച്ചും കൃഷി ചെയ്തും താമസിക്കുന്ന കൈവശക്കാർ പരാതികൾ അയക്കാൻ തീരുമാനമെടുത്തത്. മേഖലയിൽ പട്ടയ വിതരണം നിർത്തലാക്കിയതും ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതിനും പിന്നിൽ ചിലർക്ക് നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്ന് മലയോര അവകാശവേദി നേതൃത്വം ആരോപിച്ചു. ഒരു തുണ്ട് വനഭൂമി പോലുമില്ലാത്ത രാജാക്കാട് പഞ്ചായത്തിലും CHRന്റെ പേരിൽ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. യോഗത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു അധ്യക്ഷത വഹിച്ചു. ബെന്നി പാലക്കാട്ട്, സിബി കൊച്ചുവള്ളാട്ട്, തങ്കച്ചൻ വെട്ടുകല്ലിൽ, ബേബി ചക്കാങ്കൽ, ജോബി പടിഞ്ഞാറേക്കുറ്റ്, ടൈറ്റസ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ഡിസംബർ 5-ാം തീയതി 2005 കൊടുത്ത കേസാണ്. അത് ഡിസംബർ 5-ാം തീയതി ആ കേസ് വിസ്തരിക്കാൻ തുടങ്ങുകയാണ്. അത് തുടർച്ചയായ കേസ് കോടതി വാദം കേൾക്കും, അതിനുശേഷം അതിന് വിധിയും വരും. അതിന് ഒന്നാം ഘട്ടം ഞാൻ പറയാം. 21 CHR വനമാണ്. അത് വനമായി പ്രഖ്യാപിക്കണം. വന സംരക്ഷണ നിയമത്തിൽപ്പെടുത്തി ഈ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് മാറ്റി വനവകുപ്പിൻ്റെ കയ്യിൽ കൊടുക്കണം. അതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം 1980 കൊടുത്തിട്ടുള്ള മുഴുവൻ പട്ടയങ്ങൾ കൃത്യ ചെയ്ത് വനമാക്കി മാറ്റി വനവകുപ്പിന് കീഴിലേക്ക് വരണം. എന്നാൽ നമുക്ക് 93 കിട്ടിയ പട്ടയവും എല്ലാം മാറ്റണം. 64 മുമ്പ് കിട്ടിയ 1980 മുമ്പ് കിട്ടിയ മുഴുവൻ പട്ടയങ്ങൾ കൃത്യ ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. മൂന്നാമത്തെ ആവശ്യം അവർ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണമെങ്കിൽ പട്ടയം നൽകരുത്. അതുപോലെ തന്നെ കുത്തപ്പാട്ടും കുത്തിയും നൽകരുത്. 64 പട്ടയം 64 അതനുസരിച്ച് അപേക്ഷ വാങ്ങിയിട്ടെന്ന് വില്ലേജ് ഓഫീസിലെല്ലാം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പട്ടയാപേക്ഷ വാങ്ങുന്നില്ല. അതിനുശേഷം 93 പട്ടയമാണ് കുറച്ചെല്ലാം കൊടുത്തിരുന്നത്, അതും നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പട്ടയം കൊടുക്കുന്നതാണ് കോടതിയുടെ ഉദ്ദേശം. എന്നാൽ ഈ പട്ടയം കൊടുക്കുകയോ കുത്തപ്പാടം പുതുക്കി നൽകുകയോ ചെയ്യുന്ന ഉദ്ദേശം വന്നു. മൂന്നാമത്തെ ആവശ്യം നടന്നു കഴിഞ്ഞിരിക്കുന്നത് കോടതിക്ക് എന്തൊക്കെയോ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. ഇത്ര നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
തുടർന്ന് യോഗത്തിൽ വെച്ച് കേരള സർക്കാരിനും കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിക്കും നൽകുന്നതിനായി തയ്യാറാക്കിയ അപേക്ഷയിൽ ഒപ്പിട്ടുകൊണ്ട് 78-കാരിയായ സർപ്പക്കുഴിയിൽ കമലാക്ഷി കരുണാകരൻ എന്ന വീട്ടമ്മ മെമ്മോറാണ്ടം സമർപ്പണത്തിന് തുടക്കമിട്ടു. 50 വർഷത്തിലധികം കാലമായി തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തങ്ങളെ ഒഴിവാക്കാനുള്ള അധികാരികളുടെ ദുർവാശിക്കെതിരെ പ്രശ്നപരിഹാരം കാണും വരെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കർഷക യോഗം പ്രഖ്യാപിച്ചു. സ്ത്രീകളടക്കം നിരവധി കർഷകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാജാക്കാട് 300 ഏക്കറിലെ ഏലം സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങിയ ഏലക്കായ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിൽ 2ാം പ്രതിയെ രാജാക്കാട് പോലീസ് കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന ബോഡിനായ്ക്കന്നൂർ മല്ലിംഗാപുരം സ്വദേശി വിജയ് ആണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. രാജാക്കാട് 300 ഏക്കറിലെ ഏലം സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങിയ ഏലക്കായ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലെ 5ഉം 6ഉം പ്രതികളായ ബോഡിനായ്ക്കന്നൂർ സ്വദേശികളായ കർണരാജ, മാവടി ചന്ദനപ്പാറ സ്വദേശി മുത്തുകറുപ്പൻ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 1ാം പ്രതി ഉൾപ്പെടെ 3 പേർ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബർ 19 രാത്രിയാണ് പ്രതികൾ 300 ഏക്കറിലെ ഏലം സ്റ്റോറിന്റെ പൂട്ടുപൊളിച്ച് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 52 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു ചാക്ക് ഏലക്കായ മോഷ്ടിച്ച് മുത്തുകറുപ്പന്റെ വാഹനത്തിൽ കൊണ്ടുപോയത്. ശാന്തൻപാറ പുത്തടിയിലെ മലഞ്ചരക്ക് കടയിൽ ഇത് വിറ്റ ശേഷം പ്രതികൾ പണം പങ്കുവച്ചു. മോഷണം നടന്ന എസ്റ്റേറ്റിലെ മുൻ ജീവനക്കാരനായിരുന്ന തമിഴ്നാട് മല്ലിംഗാപുരം സ്വദേശി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ മോഷണം നടത്തിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഒക്ടോബർ 27-ന് മല്ലിംഗാപുരത്തെ മദ്യഷോപ്പിന് സമീപം വെച്ച് കർണരാജയെ പിടികൂടി. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുത്തുകറുപ്പനെ മാവടിയിൽ നിന്ന് പിടികൂടിയത്. ഈ 2 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തിരുന്നു. രാജാക്കാട് CI V വിനോദ് കുമാർ, SI-മാരായ സജി N പോൾ, KL സിബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന് തുടക്കമായി. കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വോട്ടർ പട്ടിക പുതുക്കലിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ താലൂക്ക് ഓഫീസ് ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറിയായി TR സോമൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് പന്നൂർ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി AN ദിലീപ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രമോൾ ജിന്നയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLAയുമായ ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.